പച്ചപുതച്ചൊരു സ്റ്റാളുണ്ടായിരുന്നു സർക്കാരിന്റെ വാർഷികാഘോഷ ഭാഗമായി കാലിക്കടവിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന നഗരിയിൽ. ഹരിത കേരള മിഷനാണ് കുടിനീരുറവയുടെ കഥ കൂടി പറയുന്ന പവലിയൻ സജ്ജമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പേര് പോലെ തന്നെ ഹരിതമായിരുന്നു ഹരിത കേരള മിഷൻ ഒരുക്കിയ സ്റ്റാളുകളും. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചൊരുക്കിയ സ്റ്റാളിലെ ബോർഡുകളെല്ലാം നിർമ്മിച്ചിരുന്നത് തളപ്പായയിലാണ്. മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പാളകളിലും പേപ്പറുകളിലും എഴുതി പ്രദർശിപ്പിച്ചു. സ്റ്റാളിലെ മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു കളിമണ്ണിൽ നിർമ്മിച്ചിരിക്കുന്ന സുരംഗം. ഒരു സുരംഗത്തിൽ നിന്ന് ജലം കയർ ഭൂവസ്ത്രം ധരിച്ച തോട്ടിലൂടെ പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ആ ജലം പാടശേഖരത്തിലെ നെല്ല്, മില്ലറ്റ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിച്ച് ശേഷിക്കുന്ന വെള്ളം തലക്കുളത്തിലേക്ക് എത്തുകയും അത് പുനരുപയോഗത്തിന് സാധ്യമാകുകയും ചെയ്യുന്ന രീതിയിലാണ് സ്റ്റാളിലെ സുരംഗം സജ്ജീകരിച്ചിരുന്നത്. സ്റ്റാളിൻ്റെ മറുവശത്തൊരുക്കിയിരുന്ന കണ്ടൽക്കാട് കാണികൾക്ക് ഏറെ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു. കാസർഗോഡ് ജില്ലയുടെ സ്വന്തം കണ്ടലിനങ്ങളുടെ അപൂർവ ശേഖരം ജീവനും നിരീശ്വരവുമായി ചേർന്ന് പ്രദർശിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന പച്ചത്തുരുത്തിൻ്റെയും ഔഷധത്തോട്ടത്തിൻ്റെയും മാതൃകയും കാണാനായി. നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ, രാജ്യത്താദ്യമായി ജലബജറ്റ് നടപ്പിലാക്കിയ ജില്ല തുടങ്ങിയ നേട്ടങ്ങളും സ്റ്റാളിലെ പോസ്റ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.